ഈ കാലിന് ഓപ്പറേഷൻ ചെയ്ത് വിശ്രമിക്കുന്ന അൻവർ എന്ന ആളെയും ശാരീരിക അസ്വസ്ഥതയുള്ള അവരുടെ ഭാര്യയും പുറത്തേക്ക് എത്തിക്കുന്നതാണ് മറ്റൊരു സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റുന്ന ഒരു ദൃശ്യങ്ങൾ കൂടിയാണ് ഈ കാണുന്നത്. ഏകദേശം 500 മീറ്റർ ദൂരം സ്ട്രെച്ചർ ഉപയോഗിച്ചാണ് ബന്ധുവിന്റെ വീട്ടിലെത്തിച്ചത്. അനൂപ് ദാസ് തുടരുന്നുണ്ട്. അനൂപ്, കോഴിക്കോട്ടെ മൂഴിക്കൽ എന്ന് പറയുന്ന പ്രദേശത്തെ ദൃശ്യങ്ങളാണല്ലേ ഇപ്പോൾ സുരക്ഷിതമായി തന്നെ മാറ്റിയിട്ടുണ്ട്. ഈ ഒരു പ്രദേശത്ത് വെള്ളക്കെട്ടൊക്കെ ഉണ്ട്, ആ ഒരു അവസ്ഥ കണ്ടതാണ്. അപ്പോൾ പൊതുവെയുള്ള ഒരു സാഹചര്യം പറയൂ, എന്താണ് ഉണ്ടായത്? പൂജ, ഇത് താഴത്തപ്പടി എന്ന സ്ഥലമാണ്. മൂഴിക്കൽ ആനക്കാമ്പൽ റോഡിന് സമീപത്തെ ഈ സ്ഥലം. ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇന്നലെ രാവിലെ മുതൽ ആരംഭിച്ച മഴയിൽ പല പ്രദേശങ്ങളും വലിയ ഒരാളുടെ പകുതിയോളം വെള്ളം പൊങ്ങുന്ന അവസ്ഥയിലേക്ക് മാറിപ്പോയിട്ടുണ്ട്. ഈ ഘട്ടത്തിലാണ് വിനോദും ഭാര്യയും, അവർക്ക് സുഖമില്ലാതെ വീട്ടിൽ കഴിയുകയായിരുന്നു. അപ്പോഴാണ് അവരെ മാറ്റേണ്ട സാഹചര്യം വന്നത്. ഏതാണ്ട് 500 മീറ്ററോളം വെള്ളം നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥ. അപ്പോഴാണ് സജീവമായി രക്ഷാപ്രവർത്തകർ ഇടപെട്ട് അവരെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയത്. കോഴിക്കോട് ജില്ലയിലെ ഒരു പൊതുസ്ഥിതി നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ പുഴയോട് ചേർന്ന സ്ഥലങ്ങൾ, തീരെ താഴ്ന്ന സ്ഥലങ്ങളൊക്കെ തന്നെ വെള്ളക്കെട്ടിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. നമ്മളിപ്പോൾ വിലങ്ങാട്ടേക്കുള്ള യാത്രയിൽ കൂടിയാണ്. ഈ യാത്രയിൽ പക്ഷേ ഈ മേഖലയിൽ നമ്മൾ നോക്കുമ്പോൾ വയലുകളിലൊന്നും അത്രയധികം വെള്ളം കാണാൻ പറ്റുന്നില്ല. സാധാരണ നിലയിൽ ഒരു മഴക്കാലത്ത് എങ്ങനെയാണോ ആ അവസ്ഥ മാത്രമേ പലയിടത്തുമുള്ളൂ. എന്നാൽ ചില കേന്ദ്രങ്ങളിൽ, പ്രത്യേകിച്ച് രാമൻപുഴയോരം, കോരപ്പുഴയോരം തുടങ്ങിയിട്ടുള്ള മേഖലകളിലാണ് കാര്യമായ പ്രശ്നങ്ങളുള്ളത്. ഇതിനിടയിൽ ഇത്തരം വിനോദിനെയും ഭാര്യയെയും മാറ്റിയതുപോലെ രാമൻപുഴയിലെ സമീപത്ത് വെള്ളം കയറി ആളുകളെ മാറ്റാൻ ശ്രമിക്കുന്നത് പോലെയുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ശരി, അനൂപ് ദാസ് ആണ് വിവരങ്ങൾ നൽകിയത്.